തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. LDFന്റെ പ്രകടന പത്രിക പുറത്തു വന്നു. ഇപ്പോൾ മീഡിയ വണ്ണിനൊപ്പം വി ചോയ് ചേരുന്നുണ്ട്. പൊതുവെ വിമതർ കൂടുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എങ്ങനെ വിജയപ്രതീക്ഷ? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ വിമതരില്ല. ഒരു 2-3 വാർഡുകളിൽ ചില ആളുകൾ നോമിനേഷൻ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള വിജയത്തെ ഒരു കാരണവശാലും ബാധിക്കില്ല. തെരുവുനായ ശല്യം ഒരു തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. നഗരസഭ ഇതിൽ ഇടപെടുന്നില്ലെന്നൊക്കെ പരാതി ഉയരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രചാരണത്തിൽ? വന്ധീകരണമാണ് ആകെ ABC ആണ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇത് ചെയ്താലും പിന്നീടും അവരെ ഈ ഡോഗ്സിനെ കൊണ്ടുപോയി സ്ട്രീറ്റ് ഡോഗ്സിനെ കൊണ്ടുപോയി അവിടെ വിടാനല്ലേ പറ്റുന്നുള്ളൂ. അതിനൊരു നിയമനിർമ്മാണം അത്യാവശ്യമായിട്ട് വേണം. അത് ഒരു സെൻട്രൽ ആക്ടിൻ്റെ ഭാഗമാണത്. എങ്കിലും കേരള ഗവൺമെൻറ് ഭാവിയിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി കൃത്യമായിട്ട് ആലോചിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലർ അടക്കം ജീവനൊടുക്കിയ സംഭവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം കോൺഗ്രസിനും പ്രതിസന്ധിയായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നിശ്ചയമായിട്ടും BJP നടത്തുന്ന ഈ പറ്റിപ്പ്, വെട്ടിപ്പ്, സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പണം മോഷണം നടത്തൽ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആത്മഹത്യ ചെയ്താൽ അവർ ആ കുടുംബത്തെ തള്ളിപ്പറയുന്ന രീതി, ഇതെല്ലാം BJP ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യം അവർ അഭിമുഖീകരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ടതായിട്ടുള്ള മിനിമം മര്യാദകളുണ്ട്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഈ കാര്യത്തിൽ ചെയ്യുന്നത്. വേറൊരു പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും ഇപ്പോൾ വന്നിട്ടുള്ള കേസുമെല്ലാം വന്നാൽ നിഷ്കാസനം ആ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം വരും. പക്ഷേ അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് കൂടുതൽ വെട്ടിലാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ കാര്യത്തിൽ MLA മുകേഷിൻ്റെ വിഷയമാണ് പ്രതിരോധത്തിനായി എടുത്തിടുന്നത്. അതിനെങ്ങനെ കാണുന്നു? ഭ്രൂണഹത്യ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ജീവനെ നശിപ്പിച്ച കേസാണ്. അത് രണ്ടും എങ്ങനെ കമ്പയർ ചെയ്യും നമ്മൾ? ലൈംഗികാരോപണവും അതേപോലെ ലൈംഗികാരോപണം നിങ്ങൾ പറയുന്നത് ശരിയാ. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നു, കോടതി പോയി, കോടതി ജാമ്യമെടുത്ത് ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇതല്ലല്ലോ സംഭവം. ഇത് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് വഴിയൊരുക്കുകയാണ്. ആ കുട്ടിയുടെ തന്നെ ജീവൻ വല്ലാതെ ബുദ്ധിമുട്ടുകയും ICUയിൽ കിടക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് കരുതുന്നു. ഏത് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ മൂടിവെക്കാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് തുറന്ന അന്വേഷണത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.